ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിൽ സ്വാഗതം. ഞാൻ അപ്രതീക്ഷിതമായിട്ട് നമ്മളെ ദൃശ്യം 3 കൺഫേം ആയിന്ന് നമ്മൾ തീരെ പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് അറിയിച്ചിരിക്കുകയാണ് നമ്മളെ. അങ്ങനെ പറയുമ്പോൾ പോലും ഒന്ന് രണ്ട് പേരെ കാര്യം പറയുന്നുണ്ട്. കാരണം നമ്മളെ എമ്പുരാന്റെ ടീസർ ലോഞ്ച് ചെയ്ത് തന്ന് ആശീർവാദിന്റെ ആനിവേഴ്സറിന്റെ ടൈമിൽ അന്ന് ശരിക്കും ഒരുപാട് മൂവി അപ്ഡേറ്റുകൾ, മൂവി ലോഞ്ചും കാര്യങ്ങളൊക്കെ നടക്കാനുണ്ടായിരുന്നു. അതൊന്നും നടന്നിട്ടില്ല. സോ ആന്റണി പെരുമ്പാവൂർ അതിനുശേഷമുള്ള ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അന്ന് ചെയ്യാൻ പറ്റില്ല എന്ന്. അതുകൊണ്ടാണ് ഓരോന്നായിട്ട് വരുന്നത്. ഓരോന്നിനും ഓരോ വീഡിയോ ചെയ്യണം. സോ ഇപ്പം പറയാനുള്ളത് ദൃശ്യം 3ന്റെ കാര്യമാണ്. ശരിക്കും ഞെട്ടി. നമുക്കറിയാം നടക്കുന്ന അറിയാം, പക്ഷെ ജിത്തു ജോസഫ് അത് മാക്സിമം ഡിലേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴും ആര് ചോദിക്കുമ്പോഴും അത് ഒരിക്കലും നടക്കില്ല എന്നുള്ള, അല്ലെങ്കിൽ നടക്കാൻ തീരും ചാൻസ് ഇല്ല എന്ന രീതിയിലാണ് അദ്ദേഹം എപ്പോഴും റിപ്ലൈ ചെയ്യുക. ഇനി എന്ത് ചെയ്താലും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്ന ഒരു സിനിമ ദൃശ്യം 3 കളിക്കുന്ന മലയാളികൾ എന്ന് പറയുന്നില്ലേ. കാരണം ഇന്ത്യയിൽ മൊത്തം ഗംഭീരമായിട്ട് അക്സെപ്റ്റൻസ് കിട്ടിയ സിനിമയാണ് നമ്മളെ ദൃശ്യം 2, ദൃശ്യം 1 ഒക്കെ. പല ലാംഗ്വേജുകളിൽ അത് റീമേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും നമ്മുടെ മലയാളത്തിനുള്ള ഒരു പ്രത്യേകത അത് വേറെ തന്നെയാണ്. സോ ദൃശ്യം 1 നിങ്ങൾക്ക് അറിയാം, ഫസ്റ്റ് 50 മലയാളത്തിൽ ആദ്യത്തെ 50 കോടി ദൃശ്യമാണ്. ദൃശ്യം 2 OTT ഇറങ്ങിയിട്ട് ഇന്ത്യ മുഴുവൻ കണ്ട് കൺഫേം ആയിട്ടുണ്ട്. അതെന്തായാലും അവര് നമ്മളെ ആന്റണി പെരുമ്പാവൂരും ഒക്കെ അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയയിൽ കൂടെ അറിയിച്ചിട്ടുണ്ട് ദൃശ്യം 3 കൺഫേം എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിന്റെ കൂടെ പറയാനുള്ള ഒരു കോമഡി എന്താ വെച്ചാല്, അത് പോസ്റ്റ് ചെയ്യുമ്പോൾ അവർ ഇട്ടൊരു ഫോട്ടോ ആണ് അത്. കാരണം ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്ത് 3 പേരും കൂടി നിൽക്കുന്ന പോലെ തോന്നിപ്പിക്കുന്ന ഒരു ഫോട്ടോ. സോ ആ പോസ്റ്റ് കണ്ടപ്പോഴാണ് സത്യത്തിൽ എനിക്ക് കുറച്ച് കാര്യം എനിക്ക് തോന്നുന്നു. കാരണം അവർ ഒരുമിച്ച് നിന്ന് എടുത്തൊരു ഫോട്ടോ എന്നല്ല, അത് ഫോട്ടോഷോപ്പിൽ എവിടെ നിന്നൊക്കെയുള്ള ഫോട്ടോസ് ഒട്ടിച്ച് വെച്ചിട്ട് അനൗൺസ് ചെയ്തതാണ്. അപ്പൊ എന്താണ് അങ്ങനെ അനൗൺസ് ചെയ്യാനുള്ള കാരണം എന്നാണ് ഞാൻ ആലോചിച്ചത്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആ ഫംഗ്ഷൻ അത് അനൗൺസ് ചെയ്യാൻ പറ്റില്ല. ഒരുപാട് സിനിമകളിലൊന്നും അനൗൺസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത്ര ഇങ്ങനെ ഒരു ഇടിപിടിന്ന് അത് അനൗൺസ് ചെയ്യേണ്ട കാര്യം എന്തായിരിക്കും അതും ചെയ്തു. കാരണം എനിക്ക് തോന്നിയത് എന്താ വെച്ചാല് ഭയങ്കര പ്രഷർ ജിത്തു ജോസഫിനുണ്ട് പല ലാംഗ്വേജിൽ നിന്നും. ഒന്ന് ഇന്ത്യയിൽ നിന്നൊക്കെ ഓൾറെഡി പല ന്യൂസുകളും വരാറുണ്ട്. ഇത് അവിടെ സ്റ്റാർട്ട് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഹിന്ദി ന്യൂസിലൊക്കെ അത് ദൃശ്യം 3 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. സോ എനിക്ക് തോന്നുന്നു പല ഭാഗത്തു നിന്നുള്ള പ്രഷർ 3 പേർക്കും കാരണം മേ ബി ഇത് ഓൾറെഡി റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും. ഓക്കെ, നമ്മൾ കൺഫേംഡ് ആണ് സാധനം എന്നുള്ളത് റെഡി ആക്കി വെച്ചു. പക്ഷെ പിന്നെ എപ്പോഴെങ്കിലും സൗകര്യം പോലെ നമുക്ക് അനൗൺസ് ചെയ്യാന്ന് ചെയ്ത് വെച്ച സാധനമായിരിക്കും. പക്ഷേ എനിക്ക് ആ ഫോട്ടോ കണ്ടപ്പോഴാണ്, കാരണം ഇതൊരു ചുമ്മാ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് അനൗൺസ് ചെയ്ത് ഒരു വേണമെങ്കിൽ കുറച്ചും കൂടി ഗംഭീരമായ രീതിയിൽ അത് അനൗൺസ് ചെയ്യാമായിരുന്നു. എനിക്കത് തീരെ മനസ്സിലായില്ല. അവർ 3 പേരും ഒന്ന് വന്ന് നിന്ന് ഒരു ഫോട്ടോ പോലും എടുക്കാൻ ടൈം കിട്ടിയില്ല എന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. എന്താണ് ഇന്നത്തെ ഡേറ്റിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഡേറ്റിൽ അത് അനൗൺസ് ചെയ്തതെന്നും എനിക്കൊരു ഐഡിയ ഇല്ല. കാരണം പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഒരു അനൗൺസ്മെന്റ്. സോ അതിനെന്തെങ്കിലും അതിൻ്റെ കാരണം ഉണ്ടാവും. മേ ബി ജിത്തു ജോസഫിന് എപ്പോഴും അദ്ദേഹം സംസാരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ഡിനേ ചെയ്തുകൊണ്ട് പറയാം. ഇല്ല, അത് നടന്നത് അത്രേ ഉള്ളൂ. അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് പ്രഷർ ഉണ്ടാവും ആ ദൃശ്യം 3ക്ക് വേണ്ടിയിട്ട്. സോ അതിന്റെ കറക്റ്റായിട്ടുള്ള റീസൺ നമുക്കറിയില്ല. ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടുള്ള അനൗൺസ്മെന്റ് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും ദൃശ്യം 3 എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പം നമ്മൾ എമ്പുരാൻ എന്ന് പറയുന്ന പോലെ തന്നെ കുറച്ചും കൂടി പ്രത്യേകതയുള്ള സിനിമയാണ് ദൃശ്യം 3. കാരണം നമ്മളത് 2 ഭാഗം കണ്ടിട്ട് ഇനി എന്താണ് ചെയ്തു വെച്ചിരിക്കുന്നത്, ഇന്ത്യ മൊത്തമുള്ള ആൾക്കാർ ഞെട്ടിച്ച ആളാണ് ജിത്തു ജോസഫ്. സോ ദൃശ്യം 3ൽ അദ്ദേഹം എന്താണ് കാണിച്ചു വെച്ചതെന്ന് കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. സോ നമുക്കും ആഗ്രഹമുണ്ട്. വേറെ ഒരു ഡീറ്റെയിൽസും പുറത്തു വന്നിട്ടില്ല. ജസ്റ്റ് കൺഫേം ദൃശ്യം 3 കൺഫേം പറഞ്ഞിട്ട് മാത്രം. അപ്പം സ്ക്രിപ്റ്റ് ഓക്കെ ആയിട്ടുണ്ടാവും, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ക്ലൈമാക്സും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ടാവും, സ്റ്റോറി എല്ലാം റെഡി ആയിട്ടുണ്ടാവും. ഇനി അതിന്റെ ബാക്കി കാര്യങ്ങൾ ഏത് വർഷമാണ് എപ്പോഴാണ് ഷൂട്ടിംഗ് എന്നൊക്കെ വഴിയെ ഓരോന്നായിട്ട് അറിയിക്കുന്നതായിരിക്കും അവര്. എന്തായാലും നമുക്ക് അടുത്ത എമ്പുരാൻ കഴിഞ്ഞാൽ എന്ത് എന്നുള്ളതിനുള്ള ഒരു ആൻസറായി നമുക്ക് വെയിറ്റ് ചെയ്യാനുള്ള മൂവിയാണ് ദൃശ്യം 3. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.